വയനാട് ദുരന്ത ഭൂമിയിൽ ഇനി 200-ലധികം ആളുകളെയാണ് കണ്ടെത്താനുള്ളത്. 6 മേഖലയിൽ തിരച്ചിൽ തുടരും. ചൂരൽമല, മുണ്ടക്കൈ മേഖലകളിൽ ഇന്നും ഊർജിതമായി തിരച്ചിൽ തുടരുകയാണ്. ദുരന്തത്തിൽ ഇതുവരെ 342 ജീവനുകളാണ് പൊലിഞ്ഞത്. ചാലിയാർ പുഴയിൽ നിന്നും മാത്രം ഇന്ന് 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. മുണ്ടക്കൈയിൽ നിന്നും അർജുനും സോണലും മിഥുൻ മുരളിയും ഒപ്പം മനോജും ചേരുന്ന സംഘം അവിടെ തുടരുന്നുണ്ട്. ആദ്യം അർജുനിലേക്കാണ് പോകുന്നത്. അർജുൻ, ഇപ്പോൾ പറയപ്പെടുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ 30 കുട്ടികളാണ് മരിച്ചത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മരിച്ച കുട്ടികളുടെ എണ്ണം 30 എന്നാണ് ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് പുറത്തു വരുന്ന വിവരം. അതോടൊപ്പം തന്നെ 140-ലധികം മൃതദേഹങ്ങൾ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ് സംസ്കരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 74 മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളും സംസ്കരിച്ചു എന്നാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ. കണക്കുകൾ ഈ ഒരു അവസരത്തിൽ എത്രത്തോളം നമുക്ക് പറയാൻ സാധിക്കുമെന്നറിയില്ല. എങ്കിൽ പോലും പുറത്തു വരുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ സംസാരിക്കാൻ സാധിക്കുക. എന്നിരുന്നാൽ പോലും മരണസംഖ്യ ഉയരുന്നത് വളരെ വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഏതാണ്ട് ചിത്രം പൂർണ്ണമായി കഴിഞ്ഞു. കാരണം മുണ്ടക്കൈയിൽ ഇനി ജീവന്റെ തുടിപ്പ് ബാക്കിയില്ല എന്ന് സൈന്യം അറിയിച്ചിരിക്കുകയാണ്. എങ്കിലും ഇനി എവിടെയൊക്കെ ജീവൻ ഉണ്ട്, അല്ലെങ്കിൽ ജീവന്റെ തുടിപ്പുകൾ, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവർ, ജീവനോടെ കുടുങ്ങിക്കിടക്കുന്നവരുടെ എണ്ണം എത്ര എന്നുള്ള കാര്യമാണ് ഇനി കൃത്യമായി കണ്ടെത്തേണ്ടത്. എന്നിരുന്നാൽ പോലും ചിലയിടങ്ങളിൽ രക്ഷാദൗത്യം എന്നുള്ളത് തിരച്ചിൽ മാത്രമായി മാറിയിരിക്കുകയാണ്. മൃതദേഹങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലായി മാത്രം മാറുന്ന ഒരു കാഴ്ച വളരെയധികം വേദനാജനകമാണെന്ന് തന്നെയാണ് പറയേണ്ടത്. പക്ഷേ ഈ ഒരു അവസരത്തിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായി തന്നെ തുടരുന്നു. ഇവിടെ മണ്ണിടിച്ചിൽ ഭീതി വീണ്ടുമുണ്ട്. വയനാട് അടക്കമുള്ള ജില്ലകളിൽ വളരെ ശക്തമായി തന്നെയുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വടക്കൻ ജില്ലകളുടെ കാര്യം ഇന്ന് രാവിലെ വന്ന മുന്നറിയിപ്പിൽ പോലും കൃത്യമായ ജാഗ്രത പുലർത്തണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിൽ വയനാടിൻ്റെ പേരും മുന്നറിയിപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അവിടെ പുഴ ഒഴുകുന്ന സാഹചര്യം, ആ പുഴ കണ്ടാൽ തന്നെ അറിയാം വളരെ ശാന്തമായി തന്നെ പുഴ ഒഴുകുകയാണ്. നേരത്തെ വരെ പുഴയുടെ നിറം ഇതല്ലായിരുന്നു, ചെളി വെള്ളം കലങ്ങിയാണ് വന്ന് കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുഴ ഒന്ന് ശാന്തമായി എന്ന് പറയാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആശങ്ക പൂർണ്ണമായും, മണ്ണിടിച്ചിൽ ഭീതി പൂർണ്ണമായും അവിടെ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും ഒഴിഞ്ഞോ എന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സൈന്യത്തിൻ്റെ എയർ ലിഫ്റ്റിംഗ് സംവിധാനങ്ങൾ അവിടെ പ്രവർത്തിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മറ്റു വിശദാംശങ്ങൾ കൂടി. അതുപോലെ തന്നെ 5 ദിവസമായി ഈ തിരച്ചിൽ തുടരുകയാണ്. ഇനിയും ഒരു തെരച്ചിൽ എന്നുള്ള നിലയ്ക്കല്ലാതെ ഒരു രക്ഷാപ്രവർത്തനം നിലയ്ക്ക് മുന്നോട്ട് പോകുമോ എന്നുള്ളത് ആ സംശയം തന്നെയാണ്. അതായത് 5 ദിവസത്തോളമായി ഒരു മനുഷ്യൻ ഇത്രത്തോളം നാൾ ഈ 5 ദിവസത്തോളം ഈ മണ്ണിൽ പൊതിഞ്ഞു കിടക്കുക എന്ന് പറയുമ്പോൾ അത്തരത്തിൽ ശ്വാസം ഉണ്ടാകുമോ അല്ലെങ്കിൽ ജീവൻ ഉണ്ടാകുമോ എന്നുള്ളതിൽ വലിയ സംശയമാണുള്ളത്. എങ്കിൽ തന്നെയും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ തെരച്ചിലാണ് ഇവിടെ നടക്കുന്നത്. മുണ്ടക്കയത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് ജീവന്റെ തുടിപ്പുകൾ ഇനി കാണുവാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് സൈന്യമടക്കമുള്ളവർ പറഞ്ഞത്. എങ്കിൽ കൂടിയും ഒരു ചെറിയ തുടിപ്പെങ്കിലും ജീവന്റെ തുടിപ്പ് കാണുവാൻ സാധിക്കുമെങ്കിൽ അവരെ രക്ഷിച്ചെടുക്കുവാനുള്ള ശ്രമത്തിലാണ് സൈന്യമടക്കമുള്ള പ്രവർത്തകരുള്ളത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫോഴ്സ് ഉള്ളത്. NDRF പ്രവർത്തകരുണ്ട്, കൂടെ ഇത്തരത്തിലുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു മെയ്യോടെ പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാത്രമല്ല, ദേവിക പറഞ്ഞതുപോലെ തന്നെ വിവിധ ദേശങ്ങളിൽ നിന്നും വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഈ ഒലിച്ചുപോയ ആളുകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു, ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നു. ആ ഒരു സാഹചര്യവും നമുക്ക് മുന്നിൽ ഇവരോട് പ്രേക്ഷകരോട് പങ്കുവെക്കാതെ വയ്യ. ചാലിയാറിലടക്കം ഇന്ന് 2 മൃതദേഹങ്ങൾ കണ്ടെത്തി. ഇത്രയധികം കുട്ടികളുടെ മൃതദേഹവും ഇന്ന് കണ്ടെത്തി. പലരെയും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനിയും കുറെ പേരെ തിരിച്ചറിയാനുണ്ട്. ആരൊക്കെയാണ് മരിച്ചതെന്ന് തിരിച്ചറിയാനുണ്ട്. പലരുടെയും ശരീരഭാഗങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ തന്നെയും നിരവധി പ്രദേശങ്ങളിലേക്ക് ഈ പരിശോധന വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെയുള്ള ജനങ്ങൾ പറഞ്ഞതനുസരിച്ച്, അല്ലെങ്കിൽ പ്രദേശവാസികൾ പറഞ്ഞതനുസരിച്ച് സൂചിപ്പാറ മേഖലയിലേക്ക് കൂടുതൽ പരിശീലനം ചിന്തിച്ച ആൾക്കാർ പരിശോധന നടത്തണമെന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അതായത് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് ആ വനമേഖല, അതായത് സൂചിപ്പാറയുടെ തൊട്ട് മുകളിൽ വനമേഖലയാണ്. ആ വനമേഖലയെ തുടർന്ന് അവിടേക്ക് മൃതദേഹങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ജീവനുള്ള ആളുകളടക്കം അവിടേക്ക് ഒലിച്ചു പോയിട്ടുണ്ടാകാം. അത്തരത്തിൽ അവിടെ തെരച്ചിൽ നടത്തണമെന്ന് നിരന്തരം നമ്മളോട് ആവശ്യപ്പെടുന്ന ഇവിടെ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഈ കാര്യങ്ങൾ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി നമ്മൾ ജനം ടിവിയിലൂടെ ഈ കാര്യം പുറത്തുവിടുന്നത്. മാത്രമല്ല, മറ്റ് പ്രദേശങ്ങളിലും ഈ ഒരു ഉരുൾപൊട്ടലുണ്ടായ സമീപത്തെ ഫോറസ്റ്റ് ആണ്.
അത്തരത്തിൽ വലിയ ഒരു കാട് നിറഞ്ഞ പ്രദേശമാണുള്ളത്. ആ കാട് നിറഞ്ഞ പ്രദേശത്തേക്ക് ഈ ശരീരഭാഗങ്ങൾ തെന്നിച്ചെറിയിട്ടുണ്ടോ അല്ലെങ്കിൽ എത്തരത്തിലുള്ള ജീവനുകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുള്ളതാണെന്ന് നാട്ടുകാർ നമ്മളോട് പറയുന്നു. നേരത്തെ ദേവിക പറഞ്ഞതുപോലെ തന്നെ കലിതുള്ളിയെത്തിയ ാണ് കലങ്ങി മറിഞ്ഞ ജലമാണ് ഇപ്പോൾ തെളിഞ്ഞ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത്. നമുക്ക് അതിന്റെ വ്യാപ്തി നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ പ്രേക്ഷകരെ കാണിച്ചതാണ്. എത്ര മാത്രം ഒരു അപകടമാണ് ഈ ഒരു മേഖലയിൽ നിൽക്കുക എന്നുള്ളത് ദേവിക ചോദിച്ചതുപോലെ തന്നെ ഇപ്പോൾ സേഫ് ആണോ ആ ഒരു ചോദ്യമാണ് എല്ലാവരും ഇവിടെ ചോദിക്കുന്നത്. ഇപ്പോൾ എന്തിനാ തന്നെയും മഴ മാറി നിൽക്കുന്നത്, നല്ല വെയിലാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തെ അത് കാര്യമായി ബാധിക്കുന്നില്ല. പക്ഷേ ശക്തമായ ഒരു മഴയുണ്ടാവുകയാണെങ്കിൽ, വലിയ മഴയുണ്ടാവുകയാണെങ്കിൽ, തീർച്ചയായും വലിയ ഒരു മഴ ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിൽ ഈ ഒരു മണ്ണിടിച്ചിലുണ്ടാകുവാനുള്ള ഒരു സാധ്യതയുണ്ട്. വലിയ രീതിയിൽ മഴ പെയ്യാതിരിക്കട്ടെ, അത്തരത്തിൽ മഴ മാറി നിൽക്കട്ടെ എന്നുള്ളതാണ് നമ്മളടക്കം പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ നമ്മളടക്കം വിചാരിക്കുന്നതും. ഇത്തരത്തിൽ മഴ മാറി നിൽക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ മഴ മാറി നിൽക്കുകയാണെങ്കിൽ ഈ ഒരു സാഹചര്യം സുഗമമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം സുഗമമായും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇത്തരത്തിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വിവിധ സേനയിലെ അംഗങ്ങൾ അവിടെ തമ്പടിച്ച് നിൽക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും അവിടെ നിന്നും എന്തെങ്കിലും കണ്ടെത്തുന്നുണ്ടോ എന്നുള്ളത് ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രവർത്തകരെയാണ് അല്ലെങ്കിൽ ഫോഴ്സിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെ അല്ലെങ്കിൽ ഒരു തിരച്ചിൽ തന്നെ ഇവിടെ കോപ്പുകൂട്ടുന്നു. സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ആ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. അത്തരത്തിൽ സൈന്യത്തെ സഹായിക്കുവാൻ വേണ്ടി നിരവധി പേരുണ്ട്. ഫയർഫോഴ്സ് ഉണ്ട്, മറ്റ് സംഘടനകളുണ്ട്, സേവാഭാരതി അടക്കമുള്ള പ്രവർത്തകർ. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ സേവാഭാരതിയുടെ ആംബുലൻസ് ആണ് ഇതുവഴി കടന്നു വരുന്നത്. അത്തരത്തിൽ നിരവധി പ്രവർത്തനങ്ങളാണ് സേവാഭാരതി ഈ ഒരു പ്രദേശത്ത് ചെയ്യുന്നത്. ആംബുലൻസുകളടക്കം അല്ലെങ്കിൽ ഭക്ഷണം അടക്കം കുടിവെള്ളം അടക്കം ഇവിടെ എത്തിക്കുന്നു. തുടരുക. മനോജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മനോജ്, ഈ ഒരു ഘട്ടത്തിൽ അവിടെ ഹെലികോപ്റ്റർ താഴേക്ക് ഇറക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള തരത്തിലുള്ള പരിശോധനകളാണോ അവിടെ നടക്കുന്നത്? കാരണം ഹെലികോപ്റ്റർ ഉപയോഗിച്ച് അവിടേക്ക് ലാൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. അത് എയർലിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹെലികോപ്റ്ററുകളാണോ, മറ്റ് സംവിധാനങ്ങൾ അവിടേക്ക് എത്തിക്കുന്നത് എന്തിനാണ്? മറ്റു വിവരങ്ങളും കൂടി. ഒരു സംവിധാനം തന്നെയാണ് ഇവിടെ തയ്യാറാവുന്നത്. ഇപ്പോൾ എയർപോർട്ടിന്റെ ഹെലികോപ്റ്ററാണ് ഈ മേഖലയിൽ ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ മേഖലയിൽ, അതായത് ഈ അമ്പലം വരുന്ന പ്രദേശത്താണ് ഈ ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ എയർലിഫ്റ്റിങ്ങിനായും അതുപോലെ മറ്റ് സൗകര്യത്തിനായും, അതായത് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ കൂടുതൽ സംവിധാനങ്ങൾക്കായാണ് ഈ ഒരു മേഖലയിൽ, അതായത് ചൂരൽമലയിലെ ഈ ഒരു ദുരന്ത ബാധിത മേഖലയിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങിയിരിക്കുന്നത്. ഈ ചൂരൽമലയിലെ സ്കൂളിന് പരിസരത്ത് ഇവിടേക്കാണ്, ഈ അമ്പലം ഇരുന്ന സ്ഥലത്താണ് ഇപ്പോൾ എയർപോർട്ടിന്റെ ഹെലികോപ്റ്റർ ഇറക്കിയത്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ചവിട്ടി നിൽക്കുവാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്നും ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവിടേക്ക് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ എയർപോർട്ടിന്റെ ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ മേഖലയിൽ ഇപ്പോൾ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പല മേഖലയിലും, ഇതോടൊപ്പം തന്നെ ഈ പ്രദേശത്തിന്റെ പല മേഖലയിലും ഇത്തരത്തിൽ ലാൻഡിംഗ് സംവിധാനങ്ങളുണ്ട്. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് എയർപോർട്ട്. ഈ ഒരു ബ്രിഡ്ജിന്റെ അടുത്ത്, അതായത് സൈന്യം നിർമ്മിച്ച ഈ ബെയിലി പാലത്തിനടുത്ത് തന്നെയാണ്, ഈ ചൂരൽമലയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും മുണ്ടക്കൈ മറ്റ് പ്രദേശങ്ങളിലേക്ക് അടക്കം ഈ ഹെലികോപ്റ്റർ ലാൻഡിങ്ങും അതോടെ തന്നെ എയർലിഫ്റ്റിംഗ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, രക്ഷാപ്രവർത്തനത്തിന് പോയ അവശനിലയിൽ കണ്ടെത്തിയവരെ കോസ്റ്റ് ഗാർഡ് അടക്കം അവിടെ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്നിരുന്നു എന്നുള്ള കാര്യമാണ്. അവിടെ അവശനിലയിലായിരുന്നു അവരൊക്കെ തന്നെയും. അവരെ തിരികെ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ എയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഈ ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്യുവാൻ സാധിച്ചത്. എന്തായാലും രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കുവാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. ഈ മേഖലയിലൊക്കെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ഉരുൾപൊട്ടൽ വന്ന് ഈ മേഖലയൊക്കെ ഒന്നാകെ തകർന്നടിഞ്ഞ് കിടക്കുകയായിരുന്നു. അതോടൊപ്പം
ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ആ ഒരു മേഖലയിലാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ ഇറക്കിക്കൊണ്ട് ആ ഒരു പരിശോധനയും അതോടൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കുവാനുള്ള സംവിധാനവും ഒക്കെ ഇവിടെ തയ്യാറാവുന്നത്. ദേവിക.